അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. മൂൺലൈറ്റ് റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കല്യാണം കൂടാനാണല്ലോ കൊല്ലത്ത് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഓർത്തത് പെങ്കൊച്ചിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല എന്ന്. നേരത്തെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത് തിരക്കിപ്പെട്ട് വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ടെക്സ്റ്റൈൽസിൽ തന്നെ പോയി. അവിടെ പോയി നമ്മൾ അതിന് വേണ്ടി നല്ലൊരു ചുരിദാർ സെറ്റൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അവിടെ ഒരു ചേട്ടൻ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നാണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 ബലൂൺ ചോദിച്ച് വാങ്ങിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ മാമിയുടെ വീട്ടിലെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനും ആദ്യം ആളുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിൽ പോയി വിളിച്ചോണ്ട് വന്നു. അങ്ങനെ മാമിയും മോളെയും കണ്ടിട്ട് വേറെ ഒരു അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നു. അപ്പച്ചിയൊക്കെ ഞങ്ങളെ കണ്ടപ്പോൾ അത്ഭുതം, കാരണം ഇങ്ങോട്ടേക്കൊന്നും കാണാറില്ലല്ലോ. പ്രസാദ് മാമനാണെങ്കിൽ എന്നെയൊന്നും കണ്ടിട്ട് മനസ്സിലായത് പോലുമില്ല. വളരെ സന്തോഷം. പിന്നെ നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മാവായിരുന്നു കേട്ടോ. നിലത്ത് മുട്ടിക്കിടക്കുന്ന കണ്ണിമാങ്ങ, കടുമാങ്ങ എന്ന് എപ്പോഴും വായി വരുന്നത്. ഈ കണ്ണിമാങ്ങ ഉണ്ടല്ലോ, നല്ല കടുവൊക്കെ ചതച്ചിട്ട് ഭരണിക്കകത്ത് വെക്കുന്ന കടുമാങ്ങ അച്ചാർ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കൊക്കെ ഭ്രാന്താണ് കേട്ടോ. അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ ഭയങ്കര നോസ്റ്റുമായിരുന്നു. ഞാനതുകൊണ്ട് അവിടെ നിലത്ത് പടഞ്ഞിരുന്നിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം അത്രയും താന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ അല്ലേ. പിന്നെ ട്രെയിനിൽ പോയത് കൊണ്ടിട്ടും എനിക്കിത് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടിട്ടുമാണ് കേട്ടോ ഞാനത് പറിച്ചുകൊണ്ട് വരാഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കൊതി സഹിക്കാൻ വയ്യാതെയാണ്. പൊതുവേ മൈഗ്രെയിനുള്ള എനിക്കിത് തിന്നാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും കൊതി സഹിക്കാൻ വയ്യാതെ അതിൻ്റെ ആ ഒരു ചൊനമണം ഉണ്ടല്ലോ, ആ ഒരു ആക്രാന്തത്തിൽ ഞാനെടുത്ത് കടിച്ച് തിന്നു പോയതാണ്. കടുമാങ്ങ അച്ചാർ ഇഷ്ടമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ എന്നെക്കൊണ്ട് ഭ്രാന്തുണ്ടെന്ന് അറിയാലോ. ഇന്ന് ഞങ്ങൾക്ക് എല്ലായിടത്തും സമയത്ത് എത്തിച്ചേരാൻ പറ്റിയത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ എവിടുന്നോ പൊട്ടിപ്പൊളച്ച ഒരു ഓട്ടോയായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായി. ആക്ച്വലി അവൻ പുറത്ത് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഓട്ടോ എടുത്ത് ഇറങ്ങിയതാണ്. അവൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും സമയത്ത് എത്താൻ പറ്റി. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവൻ്റെ പേര് മറന്നുപോയി. ഈ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അശ്വതിയുടെ വീട്ടിലേക്കാണ് പോയത്. മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ടെറസിൽ നിന്ന് 2-3 തലകൾ. അവൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേനും നല്ല ചൂടായിരുന്നുകൊണ്ടിട്ടാണ് തോന്നുന്നു അവിടെ നല്ല മാംഗോ ഐസ്ക്രീം തന്നു. അത് കണ്ടപ്പം തന്നെ അമലുവിന് ഭയങ്കര സന്തോഷം. കാരണം ഈ ചൂടത്ത് അവളുടെ എനർജി ഇത്തിരി ഡൗൺ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നിടത്തെത്തി. അവരുടെ അടുക്കലെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലൂ ടീഷർട്ട് ഇരിക്കുന്ന പയ്യനില്ലേ, അവനാണ് കേട്ടോ എൻ്റെ ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ച് ബുക്കിൽ എഴുതുന്നത്. പഠിക്കുന്ന കാര്യത്തിൽ പോലും അവൻ ഇത്രയും ശുഷ്കാന്തി കാണത്തില്ല. നീ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി വിശേഷം നാളെ. ബായ്.